കല്യാണത്തിന്റെ മുൻപ് ബ്രൈറ്റ് ടു ബി വേണം. എന്താ, ഏതെങ്കിലുമൊക്കെ അടുക്കളയിൽ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉടുത്തിട്ട് ക്യാമറക്കാരൻ പറയും. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, വാപ്പാരൊക്കെ നീ ഡാൻസ് പഠിക്കേണ്ട കാലങ്ങളൊക്കെ. ഞാനൊരു നിക്കാഹ് കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് വാപ്പ ഭയങ്കര സന്തോഷത്തില് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തോട് യാത്ര പറയാൻ വന്നപ്പോ അദ്ദേഹം ഇങ്ങനെ കണ്ണിൽ വെള്ളം നിറഞ്ഞു നിൽക്കുക. ഞാൻ ചോദിച്ചു, എന്തേ? ഒന്നുമില്ല, എന്നാലും പറ എന്തേ? എന്നോടും സ്റ്റേജിലേക്ക് ചെല്ലണം എന്നാ പറയുന്നത്. ആരാ പറയുന്നത്? ക്യാമറമാൻ. ദിവസക്കൂലിക്ക് വന്ന ക്യാമറമാൻ ഓന്റെ ഫോക്കസ് നീട്ടിയിട്ട് ഹക്കും ബാത്തിലും ദീനും എന്താന്ന് അറിഞ്ഞുകൂടാത്തവൻ, ഇസ്ലാം എന്താന്ന് അറിഞ്ഞുകൂടാത്തവൻ, ഓൻ ദൂരത്തേക്ക് നോക്കിയിട്ട് പെൺകുട്ടീനോട് പറയാം, ഈ സ്റ്റേജിലേക്ക് വരേണ്ടത് തുള്ളി കളിച്ചിട്ടാവണം, 4 ഭാഗത്തൊന്നും പൂത്തിരി കത്തണം, അതിന്റെ നടുക്കൂടെ ഡാൻസ് കളിച്ചു വരണം. സാധു പെൺകുട്ടിക്ക് ഒരു സ്റ്റെപ്പ് അറിയാലെ ബേജാറായി ഇങ്ങനെ നിൽക്കുമ്പോ അടുത്ത ആക്ഷേപം, ഏതാടോ ഈ ഏത് മൂലയിന്ന് കിട്ടിയതാ എനിക്കിതിനേന്ന്? കൂട്ടുകാരികളുടെ വക. ആരെ കൂട്ടുകാരികൾ? ഈ ചെറുപ്പക്കാരന്റെ കൂട്ടുകാരികൾ. അതിലാണുണ്ട് പെണ്ണുണ്ട്. അവസാനം വീണ്ടും ഒരു അടുത്ത ക്യാമറമാന്റെ വർത്താനം, ഒറ്റക്ക് വന്നാ പോരാ, വാപ്പയും കൂടെ തുള്ളിയിട്ട് വരട്ടെ കുട്ടീനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ. അതിന്റെ പേരിലല്ലേ കുടുംബത്തിൽ പറഞ്ഞ 4-5 പെണ്ണുങ്ങൾ പോവുക. എന്തിന്? മുട്ടായിന്റെ കൊട്ടയായിട്ട്. എന്തിനാപ്പത്? സ്റ്റാറ്റസ് ഇടാൻ. അതല്ലാത്ത എന്തെങ്കിലും ഒരു നേട്ടങ്ങൾ അതിനെ കൊണ്ട് കാണിച്ചു തരുമോ? യൂട്യൂബിൽ ഇടാനല്ല, സ്റ്റാറ്റസ് ഇട്ടിട്ട് നാട്ടുകാരെയും കുടുംബക്കാരെയും കാണിക്കാൻ. അല്ലാത്ത എന്തെങ്കിലും ഒരു ഗുണങ്ങൾ പറഞ്ഞേരി. എല്ലാ രംഗത്തും അങ്ങനെയാ. അതുകൊണ്ട് വേർതിരിവ് കാണിക്കരുത് കുടുംബത്തില്. എന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നാളെ പടച്ചോൻ തരും. എന്തെങ്കിലും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഒരു പിടുത്തം ഏത് സമയത്തും നമ്മൾ പ്രതീക്ഷിക്കണം.